ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ട്വിൻ ഫ്ലെയിം യാത്രയുടെ ഒരു ഉള്ളിലോട്ട് കടന്നു പോയിട്ട് അതിൻ്റെ ഒരു അന്തസത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഒരു ട്വിൻ ഫ്ലെയിം യാത്ര പലപ്പോഴും ഒരു നോർമൽ ഒരു ലവ് സ്റ്റോറി പോലെയൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പലരും, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഒരു വളരെ ആഴത്തിലുള്ള ആത്മീയമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കുന്ന ഒരു പാതയാണ്. ഈ യാത്ര അനുഭവിച്ചവർ, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഇന്നർ യൂണിയനൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇടയ്ക്കൊരു അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഇതനുസരിച്ചിട്ട് ഈ ഒരു ബന്ധം നമുക്കൊരിക്കലും ലോജിക്കലി വിശദീകരിക്കാനൊന്നും സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ, നമ്മുടെ ബ്രെയിൻ ബുദ്ധിപരമായിട്ട് അംഗീകരിക്കാനും കഴിയില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നമ്മൾ ഈ ഒരു ജേർണിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് മൂന്നാമതൊരാളായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അയാൾ നമ്മളെ പരിഹസിക്കുമല്ലേ, നിനക്ക് വട്ടാണെന്ന് പറയൂലേ, ആ ഒരു ഇല്യൂഷനാണ് എന്ന് പറയൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്യപ്പെടാറുണ്ട്. അത് അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ശരിക്കും ഇത് അനുഭവിച്ച് അതിൻ്റെ ഫീലിങ്സ് ആ ഒരു സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് റിയൽ ആണെന്നും ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നൊക്കെ അറിയുള്ളൂ. ഇതിലിപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് പാർട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഫെമിനൈനും ഒരു ഡിവൈൻ മസ്കുലൈനും തന്നെയാണ്. അപ്പോൾ ഒരു ഡിവൈൻ മസ്കുലൈൻ സാധാരണയായിട്ട് ഈ ഒരു ബന്ധങ്ങളെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ബന്ധത്തിനെ തിരിച്ചറിയുന്നത് ഒരു എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഖേനയല്ല. മറിച്ച് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു വികാരങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ ഒക്കെ തോന്നുന്ന പല അനുഭവങ്ങളിലൂടെ അവർ പോകുമ്പോഴാണ്. മുൻപ് അവർക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആഴം ഈ ഒരു ബന്ധത്തിൽ അനുഭവപ്പെടാം. അതുമാത്രമല്ല, ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യാം, ഉള്ളിൽ നിന്നും ഒരു പുള്ള് വരാം, ആത്മീയമായിട്ടുള്ളൊരു പുള്ള് വരാം. അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇതൊരു സാധാരണ അറ്റാച്ച്മെൻ്റ് അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തോ ഒന്ന് നേരിടാനായിട്ട് എന്നെ നിർബന്ധിതമാക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ്. അങ്ങനെ ഒരു ഫീലിങ്സ് വരുമ്പോൾ അവർ റൺ ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു അഹങ്കാരം, അതുപോലെ തന്നെ അവരുടെ പലതരത്തിലുള്ള സെൽഫായിട്ടുള്ള ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഫീലിങ്സ്, സ്ട്രെസ്സ്, ഈഗോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു വെല്ലുവിളിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ ഓരോന്നോരോന്നായി നേരിട്ട് മുന്നിലോട്ട് വരുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ബന്ധത്തിലേക്ക് എന്നെ അടുപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്നേഹം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിലേക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്, എന്നെ ഒരു അവബോധമുള്ള ഒരാളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ശക്തി, യൂണിവേഴ്സൽ ശക്തിയായിട്ട് പ്രേരിപ്പിക്കുകയാണ് ഈ ഒരു ബന്ധം എന്നൊക്കെ അവർ ഇങ്ങനെയൊക്കെയുള്ള റിയലൈസേഷനിലൂടെയാണ് ഈ ബന്ധത്തിൻ്റെ ഒരു ശക്തി തിരിച്ചറിയുക. ഈ ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഉയർന്ന നിലയിൽ, അതായത് ഹൈ ഫ്രീക്വൻസിയിലെത്തുന്ന രണ്ട് മാസ്റ്റർ സോളുകൾ തമ്മിലുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു യൂണിയനായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത്. ഇതൊരു കമ്പാൻഷിപ്പ് ആ ഒരു തലത്തിൽ മാത്രമായിട്ട് ഇതിനൊരിക്കലും ആരും മനസ്സിലാക്കരുത്. ഇത് ഒരു ട്വിൻ ഫ്ലെയിം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച, അവർ രണ്ടുപേർക്കും കൂടിയിട്ട് കൂട്ടായിട്ടുള്ള ഒരു ലക്ഷ്യം, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ റീയൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരാഗ്രഹം, അത് നേടാനായിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഇന്നർ വർക്കുകളെ ഒരിക്കലും യൂണിവേഴ്സ് ഒരു ഇന്നർ വർക്കായിട്ട് കണക്കാക്കൂല. ഇതിൽ രണ്ട് വ്യക്തികളുടെ ആത്മീയമായിട്ടുള്ള ഒരു പക്വത, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു അലൈൻമെൻറ്റ്, ഇതൊക്കെ നേടുമ്പോഴാണ് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു യൂണിയൻ സാധ്യമാക്കാമെന്ന് പറയാം. അതല്ലെങ്കിൽ ഈ ബന്ധം വെറുതെ കുറേ ട്രിഗറിങ്ങും കുറേ അൺസ്റ്റേബിളായിട്ടുള്ള കുറേ ഇമോഷൻസും തന്നിട്ട് വെറുതെ ഒരു നോർമൽ 3D ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാവരും അവരവരിലേക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ യാത്രയിൽ, ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ യാത്ര എന്ന് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പദം ട്വിൻ ഫ്ലെയിം എന്നുള്ളൊരു പദം സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല.
മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഏറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു യൂണിയനിലേക്ക് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടകരമായിരിക്കും. കാരണം എന്താണ്, ആ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലുള്ള പല ബന്ധങ്ങളും, ഡെസ്റ്റിനിയിലുള്ള പല ബന്ധങ്ങളും നമ്മളായിട്ട് തകർക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു ഡിവൈൻ ടൈമിങ്ങിനെ വേഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? ശരിക്കും ഒരു കാർമികമായിട്ടുള്ള ഒരു കോൺസിക്വൻസസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഈഗോ ഫിയറൊക്കെ കൊണ്ട് ജീവിക്കുന്ന പല മനുഷ്യന്മാരും നമ്മുടെ ചുറ്റിനും ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അത് അവരെ വേദനിപ്പിക്കുകയും അതിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജി, ആ ഒരു സൈക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഡിവൈൻ ടൈമിങ്ങും യൂണിയനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ടിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊസസീവ്നെസ് അങ്ങനെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യേണ്ടതല്ല. മറിച്ച് നമ്മളുടെ ഗ്രോത്ത്, ഹയറായിട്ടുള്ളൊരു അലൈൻമെൻറ്റ്, പ്യൂരിഫിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? നമ്മളിതിൻ്റെ ഔട്ട്കം എപ്പോഴും പ്രതീക്ഷിക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റീയൂണിയനുള്ള പോസിബിലിറ്റീസ് വൈകും. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ യഥാർത്ഥ ജോലി എന്താണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ്ഡ് ഇനി പഠിക്കേണ്ടതുണ്ട്? നമ്മുടെ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പലരും ഇതിൽ സറണ്ടർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ സറണ്ടർ എങ്ങനെ ചെയ്യാം? അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വലി എന്തൊക്കെ കാര്യങ്ങൾ, ഇതുവരെ ഒരു ജ്ഞാനം ഇല്ലെങ്കിൽ ഇനി എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് നമുക്ക് സ്പിരിച്വലി കൊടുക്കാൻ സാധിക്കും? ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ കർമ്മം, ദൈനംദിന കർമ്മങ്ങളായിരിക്കാം, പ്രൊഫഷണലായിട്ടുള്ള കർമ്മങ്ങളായിരിക്കാം, ഫാമിലി ആയിട്ടുള്ള കർമ്മങ്ങളായിരിക്കാം, ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഇന്നർ യൂണിയനിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ടിൻ ഫ്ലെയിം ഒരു ജേണിയിലേക്ക് വരുന്നവർ ഈ ഇന്നർ വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു യൂണിയനിലേക്കുള്ള പോസിബിലിറ്റി എത്താന്നുള്ളതല്ല. നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ബർത്ത് എടുത്തിട്ടുള്ള സോളുകളാണ്. അപ്പോൾ ഓരോ ജന്മങ്ങളിലും നമ്മൾ ഓരോ കർമ്മങ്ങൾ സോൾവ് ചെയ്ത് വരാണ്. അപ്പോൾ ഈ ജന്മത്തിൽ ഉള്ള നമ്മളുടെ കാർമിക് ബാഗേജുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ ഇന്നർ വർക്കുകൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലപ്പോഴും ഇന്നർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് റിലീസ് തോന്നുന്നതും പഴയ പാറ്റേണൊക്കെ ബ്രേക്ക് ചെയ്ത് പുതിയൊരാളായിട്ട് പുതിയ ഒരു വ്യൂവിലൂടെ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻ, നമുക്ക് എല്ലാ മനുഷ്യരിലും ആ ഒരു നമ്മൾ പറയില്ലേ മൂന്നാമതൊരു കണ്ണ്, അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അകക്കണ്ണ്, നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ കൂടുതൽ ശക്തമാവുന്നതും അതുപോലെ സോളിനെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനോട് ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇന്നർ വർക്കിൻ്റെ പാർട്ട് തന്നെയാണ്. ഇനി നമ്മൾ സറണ്ടർ ചെയ്യാമെന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പല ഡിവൈൻ ഫെമിനൈൻസിനും ക്ഷമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ക്ഷമ വരണം, നമ്മുടെ ഈഗോ ഡെത്ത് ആവണം, അപ്പോഴാണ് യഥാർത്ഥ ഒരു സറണ്ടർ സംഭവിക്കുക. അപ്പോൾ സറണ്ടറിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല. സറണ്ടർ നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് ഞാൻ പറയുള്ളൂ. ഡിവൈൻ മസ്കുലൈൻ ഈ ബന്ധത്തെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചറിയണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഓഫ് കോഴ്സ് ഡിവൈൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കറക്റ്റ് സമയത്ത് ഡിവൈൻ ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഡിവൈൻ മസ്കുലൈനെ അറിയിക്കും. ഇത് ആലോചിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഡിവൈൻ ഫെമിനിയൻ വിഷമിക്കേണ്ടതോ കാത്തിരിക്കേണ്ടതായിട്ടോ ഇല്ല. ഡിവൈൻ ഫെമിനിയൻ എപ്പോഴും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതൊരിക്കലും നമുക്ക് പുറമേ നിന്ന് ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പുറമേ നിന്ന് മൂന്നാമതൊരാളെ വിളിച്ചിട്ട് ഡിവൈൻ മസ്കുലൈനെ അറിയിച്ചാലൊന്നും അറിയാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒരു ഡിവൈൻ മസ്കുലൈൻ ഈ ഒരു ജേണീനെ കുറിച്ച് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഡിവൈൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് കറക്റ്റ് സമയത്ത് അത് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു തെറ്റായിട്ടുള്ളൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിൻ ഫ്ലെയിം യൂണിയൻ എല്ലാവരും വിവാഹം അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു ജീവിതമൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിവാഹ സങ്കല്പം അങ്ങനെയൊന്നും ആകണമെന്നില്ല. പലരും ഈ യാത്രയിൽ അവരുടെ ടിൻ ഫ്ലെയിമിനേക്കാൾ കൂടുതൽ
സോൾമേറ്റ്സുകളുടെ കൂടെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ സോൾമേറ്റുകളെ വിവാഹം കഴിച്ചിട്ട് അവരുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ സോൾമേറ്റിനെ വിവാഹം കഴിക്കുക, അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഈ ബന്ധത്തിൻ്റെ പരിശുദ്ധി, അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പലർക്കൊരു ധാരണയുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ചതിക്കുകയല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെ. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിനെ 3D ഓറിയൻറ്റഡ് ആയിട്ട് പലരും ഇപ്പോഴും ഈ ഒരു കോൺസെപ്റ്റിനെ കാണുന്നത് കൊണ്ട് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ കാണേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇത് ശരിക്കും ഒരു ബന്ധത്തിൻ്റെ പരിശുദ്ധി കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ റിയാലിറ്റിനെ ഉൾക്കൊള്ളുക. ശരിക്കും ഇതൊരു സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമല്ലേ, ഈ ഒരു വിവാഹം നടക്കുന്നതും ഉറപ്പിക്കുന്നതൊക്കെ. ആ സോളിന് അതിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അത് മാത്രമാണ് ഈ 3Dയിൽ നടക്കുന്ന കാര്യം. ശരിക്കും ഈ 3Dയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇല്യൂഷൻ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ ഒരു ട്വിൻ ഫ്ലെയിം യഥാർത്ഥത്തിലുള്ള ഒരു ഫിസിക്കൽ യൂണിയന് മുന്നേ ഡിവൈൻ എപ്പോഴും ഒരു ഡിവൈൻ ഫെമിനൈന് ഒരു വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ചോയ്സിൻ്റെ സ്പേസ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ചോയ്സും കൂടിയായിട്ട് വരുന്ന ഒരു സാഹചര്യം, ഒരു ടൈമിങ്, ഡിവൈൻ ടൈമിങ് വരും. അപ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അതായത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു യൂണിയന് മുന്നേ എപ്പോഴും സംഭവിക്കുക നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്പിരിച്വലായിട്ടുള്ള യൂണിയനാണ്. നമ്മുടെ ഈ ബോഡിക്കും അപ്പുറത്തേക്ക് നമ്മുടെ ആ 2 സോളുകൾ അത്രയും ഹൈ വൈബ്രേഷനിലേക്ക് പോയിട്ട് ഒരു അലൈൻമെൻറ്റിൽ വരും. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അതാണ് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ എല്ലാവിധത്തിലുള്ള കർമ്മകളും ഡിസോൾവ് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അത്രയും ഭാഗ്യമുള്ള സോളുകളാണ് ട്വിൻ ഫ്ലെയിംസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരേ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഒരുമിക്കൽ, അതുപോലെ തന്നെ രണ്ട് ആത്മാക്കളുടെ സംയുക്തമായിട്ടുള്ളൊരു വളർച്ച, ഇതൊക്കെയാണ് ഫസ്റ്റ് സംഭവിക്കുക. അതാണ് നമ്മളൊരു സ്പിരിച്വലായിട്ടുള്ള അലൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഉയർന്ന തലത്തിൽ നിലനിൽക്കുന്ന ഒരു ഹൈ വൈബ്രേഷണലായിട്ടുള്ള അത്രയും എനർജറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള 2 സോളുകൾ, അതാണ് ട്വിൻ ഫ്ലെയിംസ്. സ്വയം പൂർണ്ണമാകുന്നതിനെ കുറിച്ചാണ് 2 ആത്മാക്കളും അതായത് ഈ 2 സോളുകളും ഈ ഒരു അലൈൻമെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു യൂണിയനിലേക്ക് വരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയാം, അതായത് വളരുക, സറണ്ടർ ചെയ്യുക, ഡിവൈൻ ടൈമിനെ വിശ്വസിക്കുക. ശരിക്കും 2 വ്യക്തികളുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു അവൈക്കണിങ്, അല്ലെങ്കിൽ ഒരു റിവല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണി. ദിസ് ഈസ് ദ റിയാലിറ്റി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ധരിക്കുന്നു. താങ്ക് യു ഡിവൈൻ, താങ്ക് യു യൂണിവേഴ്സ്.